നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL RCBക്ക് പരാജയം. GT പകവീട്ടി എന്ന് പറയണം. ആദ്യ തവണ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ RCBക്കായിരുന്നു വിജയം. ഇതാ രണ്ടാം തവണ ഏറ്റുമുട്ടുമ്പോൾ മികച്ച വിജയം തന്നെ, 4 വിക്കറ്റിന് വിജയം തന്നെ GT സ്വന്തമാക്കുന്നു. 25 പന്തുകൾ ശേഷിക്കെയാണ് അവർ വിജയലക്ഷ്യം മറികടന്നിരിക്കുന്നത്. നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ആദ്യം ബാറ്റ് ചെയ്ത RCB 19.2 ഓവറുകളിൽ 155 റൺസിന് ഓൾ ഔട്ടായിരുന്നു. 15.5 ഓവറുകളിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയലക്ഷ്യം GT മറികടന്നിരിക്കുന്നത്. ജോസ് ബട്ട്ലറും അതുപോലെ ശുഭ്മൻ ഗില്ലും ഒക്കെ മികച്ച തുടക്കം നൽകിയ GT എപ്പോഴേ വിജയിച്ച് കളി തീർക്കേണ്ടതാണ്. പക്ഷേ അവരുടെ മിഡിൽ ഓർഡറിൻ്റെ പ്രശ്നം നമ്മളത് ഇന്ന് പ്രിവ്യൂവിൻ്റെ സമയത്ത് എടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പവർ റാങ്കിങ്ങിലും പറഞ്ഞ കാര്യമാണ്. GTയുടെ മിഡിൽ ഓർഡർ ഒരു പ്രശ്നമാണ്. അത് ഇന്നും കൃത്യമായിട്ട് കണ്ടു. പിന്നെ രാഹുൽ തെവാട്ടിയ വലിയ അപകടമില്ലാതെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഗില്ലും ബട്ട്ലറും നല്ല രൂപത്തിൽ അടിച്ച് നല്ല സ്കോർ കയറ്റിയിരുന്നത് കൊണ്ടാണ് കളി കൈവിടാതിരുന്നത് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച് പറ്റൂ. എന്നാലും RCBക്ക് അവർ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ബാറ്റിങ്ങിൻ്റെ സമയത്ത് ജേക്കബ് ബെത്തൽ വീണ്ടും പരാജയപ്പെടുന്നു. 5 പന്തുകൾ 5 റൺസ്. കോഹ്ലിയും പടിക്കലും ചേർന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് കരുതി. പക്ഷേ ബെത്തൽ പോയതിന് തൊട്ടു പിന്നാലെ കോഹ്ലിയും മടങ്ങി. 13 പന്തിൽ 28 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. പടിക്കലിനെ ഒരു ഭാഗത്ത് നിർത്തി രജത് പട്ടീദാർ ടീമിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുമെന്ന് കരുതിയെങ്കിൽ അർഷദ് ഖാൻ്റെ കയ്യിൽ പന്തിൽ ജെയ്സൺ ഹോൾഡർ പിടിച്ച് രജത് പട്ടീദാർ പുറത്തായി. വിവാദമായിട്ടുള്ള ക്യാച്ചാണ്. അതിനെക്കുറിച്ച് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. പടിക്കൽ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ മറുഭാഗത്ത് ജിതേഷ് ശർമ്മ നിരാശപ്പെടുത്തുന്നത് തുടരുന്നു. ജെയ്സൺ ഹോൾഡറുടെ ഒരു സ്ലോ ബോളിൽ ജോസ് ബട്ട്ലർ പിടിച്ച് പുറത്തായി. 3 പന്തുകളിൽ നിന്ന് 1 റൺസ്. ടിം ഡേവിഡ് 9, കൃണാൽ പാണ്ഡ്യ 4. ഇങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. പടിക്കൽ 24 പന്തിൽ നിന്ന് 5 4ഉം 2 6ഉം അടക്കം 40 റൺസ് അടിച്ച് മികച്ചൊരു ഇന്നിങ്സ് തന്നെ കളിച്ചിട്ടുണ്ട്. ഷഫേർഡ് 15 പന്തിൽ നിന്ന് 17. ഇമ്പാക്റ്റ് സബായിട്ട് വന്ന വെങ്കിടേഷ് അയ്യർ 15 പന്തിൽ നിന്ന് 12. ഭുവനേശ്വർ കുമാർ 15 പന്തിൽ നിന്ന് 15. പക്ഷേ അവസാനം ജോഷ് ഹേസൽവുഡ് കുറേ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സമയത്ത് റണ്ണൗട്ടിൽ കുടുങ്ങി അധികം ഡക്കായിട്ട് മടങ്ങിയതോടുകൂടി ഇന്നിങ്സ് 20 ഓവർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു. 155 റൺസാണ് ആകെ RCB അടിച്ചിരുന്നത്. അർഷദ് ഖാൻ 3.2 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റും, റാഷിദ് ഖാൻ 4 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റും, ജെയ്സൺ ഹോൾഡർ 4 ഓവർ 29 റൺസിന് 2 വിക്കറ്റും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ സായി സുദർശൻ ഒരു ഭാഗത്ത് നിർത്തി ഗില്ല് തട്ടുപൊളിപ്പൻ തുടക്കമാണിട്ടത്. പക്ഷേ മൂന്നാമത്തെ ഓവറിൻ്റെ അവസാനമാകുമ്പോൾ സ്കോർ ബോർഡ് 42 റൺസിലെത്തി നിൽക്കവേ സായി സുദർശനെ ഭുവനേശ്വർ കുമാർ ജിതേഷ് ശർമ്മയുടെ കൈകളിലെത്തിക്കുന്നു. 5 പന്തിൽ 4 റൺസാണ് അദ്ദേഹം അടിച്ചത്. ബട്ട്ലറും ഗില്ലും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഗില്ല് പുറത്തായി. 18 പന്തിൽ നിന്ന് 4 4ഉം 3 6ഉം അടിച്ച് അദ്ദേഹം 43 റൺസാണ് അടിച്ചത്. ഭുവനേശ്വർ കുമാറിൻ്റെ പന്തിൽ വിരാട് കോഹ്ലി പിടിച്ചാണ് പുറത്തായത്. ആ ക്യാച്ച് എടുത്തിട്ട് കോഹ്ലി കാണിക്കുന്ന ഒരു കാണിക്കലുണ്ട്. ബോളൊക്കെ നിലത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ചീറൊക്കെ നടത്തി ടീമിന് വലിയ സാധ്യതയുണ്ട് എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കി. പക്ഷേ ബട്ട്ലർ അതങ്ങ് തീർത്തു കൊടുത്തു. കൃത്യമായിട്ട് 2 4ഉം 4 6ഉം അടക്കം 19 പന്തിൽ നിന്ന് 39 റൺസ് അടിച്ച് അദ്ദേഹത്തെ ഭുവനേശ്വർ കുമാർ ബൗൾഡാക്കിയായിരുന്നു. അദ്ദേഹം ഓഫ് സൈഡിലേക്ക് ഷഫിൾ ചെയ്ത് കളിക്കാൻ ശ്രമിച്ചപ്പോൾ ലെഗ് സ്റ്റംപ് ഇളക്കി ഭുവനേശ്വർ കുമാർ. അപ്പം ബട്ട്ലർ മടങ്ങുമ്പോൾ 92 റൺസിലേക്ക് അവരുടെ സ്കോർ എത്തിയിരുന്ന 8ാമത്തെ ഓവറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സംശയം അവരുടെ മധ്യനിര ബാക്കി സ്കോർ എടുക്കാൻ എത്ര സമയമെടുക്കുമെന്നുള്ളതിലായിരുന്നു. നമ്മൾ ഭയന്നത് തന്നെ സംഭവിക്കുന്നു. ഷാരൂഖ് ഖാൻ നിരാശപ്പെടുന്ന 8 പന്തുകൾ 8 റൺസ്. തേവാട്ടി ഒരു ഭാഗത്ത്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദർ 12 പന്തിൽ നിന്ന് 12 റൺസുമായിട്ട് മാരിയോ ഷെഫേർഡിൻ്റെ പന്തിൽ LBWയിൽ കുരുങ്ങി പുറത്തായി. അത് തേടം പേർക്ക് കൊടുത്തിട്ടാണ് റിവ്യൂ ചെയ്തിട്ടാണ് അത് LB പിന്നെ വിളിക്കുന്നത്. തേവാട്ടിക്കൊപ്പം ജെയ്സൺ ഹോൾഡർ വന്ന പാടെ 6 അടിക്കുന്നു. പക്ഷേ 10 പന്തിൽ നിന്ന് 12 റൺസ് അടിച്ച് നിൽക്കവേ സുയാഷ് ശർമ്മയുടെ പന്തിൽ ദേവദത്ത് പടിക്കൽ പിടിച്ച് പുറത്തായി. ഒടുവിൽ രാഹുൽ തേവാട്ടിയും റാഷിദ് ഖാനും ചേർന്നാണ് കളി അവസാനിപ്പിക്കുന്നത്. 17 പന്തിൽ 4 4 സഹായത്തോടെ 27 റൺസിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് രാഹുൽ തേവാട്ടിയെ കളിച്ചു. 6 പന്തിൽ 7 റൺസാണ് റാഷിദ് ഖാൻ എടുത്തത്. ഏതായാലും ഒടുവിൽ GT വിജയിച്ച് കയറി. RCBക്ക് സീസണിൽ അവരുടെ 3ാമത്തെ പരാജയമാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏതായാലും എന്താണോ തനിക്ക് RCB ഒരു ഇത്ര വിരോധം? പവർ റാങ്കിങ് നിട്ടപ്പോഴുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് താൻ ബാറ്റിങ്ങും ബൗളിങ്ങും നല്ല രൂപത്തിലുള്ള RCB ഒന്നാമത് കൊടുക്കാതെ ബാറ്റിംഗ് മാത്രമുള്ള പഞ്ചാബ് കിങ്സിന് ഒന്നാമത് കൊടുക്കുന്നത് എന്നൊക്കെ
പല ചോദ്യങ്ങളുണ്ടായിരുന്നു. പുതിയ കുറച്ച് പിള്ളേരുടെ കമൻറ്റാണ്. ആ കമൻറ്റ് നോക്കിയാൽ കാണും എന്താണ് പവർ റാങ്കിങ് എന്നോ എന്താണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നതെന്നോ ഒരു ധാരണയില്ലാത്ത കുറേ പുതിയ പിള്ളേർ വന്ന് വെറുതെ ചൊറിയതാണ്. ഏതായാലും അവരോട് പറയാനുള്ളത് കൃത്യമായിട്ട് കളി വിലയിരുത്തി താരങ്ങളുടെ ഫോമും ഇനി ഈ ടീമുകളുടെ അടുത്ത മത്സരങ്ങളും ഒക്കെ കൃത്യമായി അപഗ്രഥിച്ചിടുന്നതാണ്. താരങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് പവർ റാങ്കിങ് ഇടുന്നത്. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് RCBയെ ഒന്നാമതിടാത്തതെന്ന്. അത് ഇനിയിപ്പോൾ വരും മത്സരങ്ങളിലൊക്കെ കാര്യങ്ങൾ നേരെ മാറി RCB ഒന്നാമതൊക്കെ വരാം. അങ്ങനെയാടോ പവർ റാങ്കിങ്? എന്തായാലും ഇതിന് വിശദമായൊരു മറുപടി നാളെ റാഫ്റ്റോ ക്രിക്കറ്റ് എക്സ്ട്രയിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഗെയിം ഓൺ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.